ബൾട്ടി ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം, ശന്തനു ഭാഗ്യരാജ്, സെൽവരാഘവൻ, പ്രീതി അസ്രാനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം ആക്ഷൻ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കേരള തമിഴ്നാട് അതിർത്തിയിൽ, അതായത് പാലക്കാട് സൈഡിലാണ്, കബഡിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ കബഡി കളിയിൽ പ്രഗത്ഭരായിട്ടുള്ള 4 സുഹൃത്തുക്കൾ, അവർക്ക് അവിടുത്തെ ചില വലിയ ക്രിമിനൽ ഗ്യാങ്ങുകളുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടായി എന്നുള്ളതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ബൾട്ടി എന്ന ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു ഡീസന്റ് ആക്ഷൻ പടമാണ് ബൾട്ടി. കാണാത്ത കാഴ്ചകളൊന്നും അല്ലെങ്കിലും സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയാം. നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമായിട്ട് കൈകളിൽ അവസാനം ചോര പുരളണോ അതോ കഷ്ടപ്പാടിന്റെ ചെളിയും മണ്ണും പുരളണോ എന്നുള്ള ഒരു ചോദ്യമാണ് ബൾട്ടി എന്ന സിനിമ ആത്യന്തികമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സോ ഇറ്റ്സ് എ ചോയ്സ് അല്ലെ. ആ ഒരു ചോയ്സ് തിരഞ്ഞെടുത്ത 4 ചെറുപ്പക്കാരുടെ കഥയാണ് ബൾട്ടി. സംഭവം നമ്മൾക്ക് അറിയാത്ത കഥയൊന്നുമല്ല. പണ്ട് മുതൽ മലയാളം, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ എല്ലാ ഭാഷകളിലും വന്നിട്ടുള്ള ടൈപ്പ് ഒരു ബേസിക് പ്ലോട്ടാണ് ഇതിനുള്ളത്. പണ്ടാണെങ്കിൽ സുബ്രഹ്മണ്യപുരം മുതൽ ഏറ്റവും അവസാനം വന്ന മുറ ഉൾപ്പെടെ ഇതേ കഥയാണ് ബേസിക് ആയിട്ടുള്ളതെന്ന് പറയാം. കുറെ ചെറുപ്പക്കാർ ചേർന്ന് എങ്ങനെ ഒരു ക്രിമിനൽ ഗ്യാങ്ങിൽ അകപ്പെടുന്നു, എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം എന്നൊക്കെയുള്ളത്. ഈ ഒരു സ്ഥിരം കാര്യങ്ങളിൽ നിന്നും ബൾട്ടി എങ്ങനെയാണ് വേറിട്ട് നിൽക്കാൻ ശ്രമിച്ചത് എന്ന് നോക്കിയാൽ കുറെ നല്ല മൊമെന്റ്സ് പടത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് പൊളിയായിരുന്നു, ഹെവി ആയിരുന്നു. ഒരു ഹണ്ടിങ് പ്രോസസ് ആണെന്ന് പറയാം. അത് കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് പടം ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ എനിക്ക് സമ്മാനിച്ചു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു 4 സംഘമാണെങ്കിൽ പോലും അവര് വീക്ക് ആകുന്ന ആ ഒരു ചില പോയിന്റ്സ് അത് നൈസായിട്ട് പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ പടത്തിലുണ്ട്. കുറെ ഇടങ്ങളിൽ എനിക്ക് പടം കിങ് ഓഫ് കൊത്തയൊക്കെ ഓർമ്മിപ്പിച്ച ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ കൊത്തയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. അവിടെ പാളിപ്പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ ബെറ്റർ ആക്കി എന്നും പറയാം. സോ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ്, പവർഫുൾ ആയിട്ടുള്ള സെറ്റ്, കിടിലൻ സ്റ്റണ്ട് കൊറിയോഗ്രഫി, നല്ല മ്യൂസിക്, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവുകളാണ്. പിന്നെ പടം ദ്വിഭാഷാ ചിത്രമാണ്. ഓൾറെഡി തമിഴിലും മലയാളത്തിലും ഒരേ സമയം നിർമ്മിച്ച സിനിമയാണ്. പക്ഷെ ഒരു പഴയ തമിഴ് ആക്ഷൻ പടം കാണുന്ന ഒരു ഫീലാണ് ഈ പടം മൊത്തത്തിൽ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. പെർഫോമൻസിൽ മെയിൻ ക്യാരക്ടേഴ്സ് 4 പേരാണ് ഇതിലുള്ളത്. ഷെയ്ൻ നിഗം, ഉദയൻ എന്ന ക്യാരക്ടറായിട്ട് നൈസ് ആയിരുന്നു പുള്ളി. ഞാൻ പറഞ്ഞില്ലേ സ്റ്റണ്ട് നല്ലതാണ് പടത്തിലെന്ന്. ഷെയ്ന്റെ ആക്ഷൻ കാണാൻ തന്നെ നല്ല രസമാണ്. പുള്ളി ഒരു നല്ല ഡാൻസർ കൂടി ആയതുകൊണ്ട് ആ ഒരു റിതം ഉണ്ട് പുള്ളിക്ക്. സ്റ്റണ്ടിനും ആ ഒരു താളബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ സ്റ്റണ്ട് കൊറിയോഗ്രഫി എന്ന് പറയുന്നത്. ഡാൻസ് പോലെ തന്നെ സ്റ്റണ്ട് സ്റ്റൈലിഷ് ആക്കി മാറ്റാനായിട്ട് ഷൈൻ ഒരു സ്പെഷ്യൽ കഴിവ് തന്നെയുണ്ട്. ഫാസ്റ്റ് ആണ്, അതുപോലെ ടൈമിംഗ് കിടിലനാണ്. മൊത്തത്തിൽ പുള്ളിയുടെ റിതം നൈസ് ആണ്. ഇമോഷണൽ പോർഷൻസും നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്തിട്ടുണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് ശന്തനു ഭാഗ്യരാജ് വീണ്ടും മലയാളത്തിൽ വന്നിരിക്കുന്നത്. പുള്ളിയും ഇതുപോലെ നല്ലൊരു ഡാൻസർ ആണ്, നല്ല റിതമുള്ള ഒരാളാണ്. സോ സ്റ്റണ്ടിലും പുള്ളി തന്റെ കഴിവ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ബോർഡറിലുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ള ഡയലോഗ്സ് ആണ് പുള്ളിക്കുള്ളത്. സ്വന്തം സൗണ്ട് ആണെന്ന് തോന്നുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നൈസ് കംബാക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ രമേശ് ആയിട്ട് വന്ന ശിവ ഹരിഹരൻ, നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലൊക്കെയുള്ള പുള്ളി കിടുവായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിലെ മണി എന്ന ക്യാരക്ടറിൽ വന്ന ജേക്സൺ ജോൺസൺ, ഇവർ 2 പേരും കിടുവായിരുന്നു. സോ ഇവർ 4 പേർ, ഇവരുടെ ഈ ഒരു കൂട്ട് നൈസ് ആയിരുന്നു. ഒരുപാട് ക്ലീഷയായ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. എന്താണ് ഇവർക്ക് അവസാനം സംഭവിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയും. പക്ഷെ ആ ഒരു ബോണ്ട് നന്നായിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് മാറി എന്ന് പറയാം. ഇമോഷണലി നമുക്ക് നന്നായിട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ സൗഹൃദം നല്ലതായതുകൊണ്ട്. ഇതുപോലെ ഇതിലെ മെയിൻ വില്ലൻ ഭൈരവനായിട്ട് വന്ന സെൽവരാഘവനും പൊളിയായിരുന്നു. പുള്ളിയുടെ മലയാളത്തിലെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. തമിഴ് ക്യാരക്ടറാണ്, കൊഞ്ചം മലയാളം പറഞ്ഞ ടൈപ്പ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് പുള്ളി ശരിക്കും അഴിഞ്ഞാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫോൻസ് പുത്രൻ സോഡാ ബാബുവായിട്ട് തുടക്കത്തിൽ ഭയങ്കര രസമായിരുന്നു. എനിക്ക് എന്തോ ഒരു വലിയ സംഭവമായിട്ട് മാറുമെന്നൊരു പ്രതീക്ഷയൊക്കെ തന്നെങ്കിലും ലാസ്റ്റ് അത്ര സുഖമില്ല. ഒരു കോമഡി പോലെ തീർന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലും ഭേദമായിരുന്നു ജീമ എന്ന റോളിൽ വന്ന പൂർണിമ ഇന്ദ്രജിത്ത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഈ പൂർണിമ ഒക്കെ ചുമ്മാ എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് ഒക്കെ കാണിച്ചു വന്നിട്ട് ഒന്നും ഇല്ലല്ലോ എന്നൊരു ഫീൽ വന്നു. പക്ഷെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ടൈപ്പ് കുരുട്ട് ബുദ്ധിയുള്ള എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് വില്ലൻ ക്യാരക്ടറാണ്. അത് പിന്നീട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. സോ പൂർണിമ കൊള്ളാമായിരുന്നു പടത്തില്. പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, കുറച്ച് ക്ലീശയാണെന്നൊക്കെ തോന്നുമെങ്കിലും നായിക കാവേരിയായിട്ട് പ്രീതി അസ്രാനിയും നൈസ് ആയിരുന്നു. മലയാളത്തിൽ പുള്ളിയുടെയും ആദ്യത്തെ പടമാണ്. സോ വെൽക്കം ടു മലയാളം. അക്ഷയ് രാധാകൃഷ്ണന്റെ പ്രദീപ് എന്ന റോളും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. അലക്സ് ജെ പുളിക്കലാണ് ഇതിന്റെ ക്യാമറ, ശിവകുമാർ ആണ് എഡിറ്റിംഗ്. പടത്തിന്റെ സ്ട്രോങ് സൈഡ് പറയുമ്പോൾ സായി അഭ്യങ്കർ ഒരുക്കി ഇതിന്റെ മ്യൂസിക് എടുത്ത് തന്നെ പറയണം. സ്കോർ ആയാലും മ്യൂസിക് ആയാലും പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പടത്തെ അത് ഇലവേറ്റ് ചെയ്യാനായിട്ട് പുള്ളി മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. ജാലക്കാരി പാട്ടൊക്കെ തിയേറ്ററിൽ കാണാനായിട്ട് നല്ല വൈബായിരുന്നു. ബാക്കി പാട്ടുകളും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. സോ സിനിമയിൽ നല്ല തുടക്കം എന്ന് തന്നെ പറയാം സായി അഭ്യങ്കറിന്റേത്. പടത്തിന്റെ സ്റ്റണ്ട് കൊറിയോയും നല്ലതാണ്. ആക്ഷൻ സന്തോഷും വിക്കിയും ചേർന്നാണ് ഇതിന്റെ സ്റ്റണ്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ വളരെ ക്ലീഷേ ആയിട്ടുള്ള, ടെംപ്ലേറ്റ് ആയിട്ടുള്ള, നമുക്കറിയാവുന്ന ഒരു കഥ. സോ ആ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയാം. പഴയ തമിഴ്
തമിഴ് മലയാളം പടങ്ങളിൽ ഒരു 1000 വട്ടം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഇത് സ്പോയിലർ ഒന്നും അല്ല, എങ്കിലും ഒരു കാര്യം പറയാം. ഇതുപോലെയുള്ള ഒരു ഗ്യാങ് കുറെ ക്രൈമുകളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പല ആൾക്കാർക്കും പല അപകടങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ മരണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വളരെ പ്രഡിക്റ്റബിൾ ആണ്. സോ അത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിലും പാലിച്ചു പോകുന്നുണ്ട്. സോ അതൊരു പോരായ്മയായിട്ട് പറയാം. പിന്നെ വില്ലന്റെ ചില കലാപരിപാടികൾ ഉൾപ്പെടെ ചിലത് ഇങ്ങനെ റിപ്പീറ്റ് വരുന്നതുകൊണ്ട് ആ ഒരു ചെറിയ ആവർത്തന വിരസത അവിടെ ഇവിടെയൊക്കെ തോന്നി. പിന്നെ പടത്തിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, കുറച്ചുകൂടി വേണമെങ്കിൽ ട്രിം ചെയ്ത് പടത്തിന്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ലാസ്റ്റുള്ള പൂർണിമയുടെ ഒക്കെ ചില പോർഷൻസ്, ചില ഡയലോഗുകളൊക്കെ തിയേറ്ററിൽ കോമഡി ആയിട്ട് പോയതുപോലെ എനിക്ക് തോന്നി. ചിലരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ഇതിലെ ചില കാര്യങ്ങളൊക്കെ ഇനി OTT വരുമ്പോൾ ട്രോൾ വരാനുള്ള ചെറിയ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ആകമൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആക്ഷൻ പടമാണ് ബൾട്ടി. എനിക്ക് പേഴ്സണലി വർക്കായ ഒരു സിനിമയാണ്. ടെംപ്ലേറ്റ് ബേസിക് പ്ലോട്ട് ആണെങ്കിലും ചില നല്ല മൊമെന്റ്സ്, ചില ആക്ഷൻസ് ആൻഡ് മേക്കിംഗ് ഒക്കെ കൊണ്ട് പടം അതിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിച്ച് നമ്മളെ പിടിച്ച് ഇരുത്തുന്നുണ്ടെന്ന് പറയാം. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 34 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കുള്ള സിനിമയല്ല എന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.